ഗ്രാമീണനായ മലഞ്ചെരുവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പതിവ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം തന്റെ മലഞ്ചെരുവിൽ നിന്ന് കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ മദീന പട്ടണത്ത് ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റായിരുന്നു അദ്ദേഹത്തിന്റെ ഉപജീവനം നടത്തിയിരുന്നത്. ആ കൊണ്ടുവരുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ഹദിയ, ഒരു സമ്മാനമായിട്ട് കൊടുക്കൽ അദ്ദേഹത്തിന്റെ പതിവാണ്. വരുന്ന സമയത്ത് മുത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ കയറും, റസൂലുള്ളാഹിനെ കാണും, ആ ഹദിയ സമ്മാനമായി കൊടുക്കും. തിരിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഉണ്ടാകുന്ന കാരക്കയും മറ്റും അങ്ങോട്ടും സമ്മാനമായിട്ട് കൊടുക്കും. അങ്ങനെ ആ പതിവുണ്ടായിരുന്ന ആ സ്വഹാബി കാണാൻ തീർത്തും ഒരു ഗ്രാമവാസിയുടെ രൂപം, അഥവാ പ്രാകൃതക്കാരനായ അർദ്ധനഗ്നനായ ഒരു ഉടുമുണ്ട് മാത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സാധാരണ ചന്തയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാറുള്ളത്. പതിവ് പോലെ അദ്ദേഹം വരുന്ന ദിവസം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലില്ലായിരുന്നു. അദ്ദേഹം മുത്തുനബിയെ കാണാൻ പറ്റാത്ത നിരാശയിൽ മടങ്ങുകയും ചന്തയിൽ കൊണ്ടുപോയി തന്റെ സാധനങ്ങൾ വിൽപ്പന ആരംഭിക്കുകയും ചെയ്യുകയാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഭാര്യ പതിവുകാരനായ ആ സ്വഹാബി വന്നിരുന്നു എന്നറിയിക്കുകയും അറിഞ്ഞ ഉടനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ ചന്തയിലേക്ക് പോവുകയാണ്. ആ വിയർത്തൊലിച്ച് ആ ചന്തയിൽ കിടന്ന് സാധനങ്ങൾ വിൽക്കുന്ന ആ സ്വഹാബിയെ ഓർക്കണം, പ്രാകൃതക്കാരനാണ് അദ്ദേഹം. വിയർത്തൊലിച്ച് ആകെ ഒരു മുഷിഞ്ഞ അവസ്ഥയിലാണുള്ളത്, അർദ്ധനഗ്നനാണ്. അങ്ങനെ നിൽക്കുന്ന ആ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ആ സ്വഹാബിയുടെ പിറകിലൂടെ ചെന്ന് ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരനെ പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് കണ്ണ് പൊത്തിക്കൊണ്ട് ഇത് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇതാ ഒരടിമയെ വിൽക്കാനുണ്ട്, ആർക്കെങ്കിലും വേണോ എന്നുള്ള അർത്ഥത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇത് മുത്തുനബിയാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം മുത്തുനബിയുടെ ശരീരത്തോട് ചേർന്ന് വന്നു. മഹാനായ സാഹിർ റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവിടെ നമ്മൾ ഓർക്കണം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം ആദരിക്കുന്ന, നേതാവായി കാണുന്ന, ബഹുമാനിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനാണ് സാഹിർ എന്ന് പറയുന്ന സ്വഹാബി. അവിടുന്ന് അദ്ദേഹം ഗ്രാമീണനായ, ദരിദ്രനായ, ഗ്രാമവാസിയായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളൊക്കെ ആ രൂപത്തിലാണ്. എന്നിട്ട് പോലും ഒരു നേതാവിന്റെയോ അനുയായിയുടെയോ ഒരു ഗ്യാപ്പൊന്നും അവിടെ കാണുന്നില്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുഹൃത്തിനെ പോലെ ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്യുകയാണ്. നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ നിറത്തിനോ അല്ലെങ്കിൽ വേഷത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ അല്ല പ്രസക്തി, നമ്മുടെ മനസ്സിനാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് നന്നായിരിക്കുക എന്നുള്ള, മനസ്സ് വെളുത്ത് ശുദ്ധമായിരിക്കുക. നിറത്തിന്, ശരീരത്തിന്റെ തൊലി വെളുപ്പിനോ അല്ലെങ്കിൽ നിറത്തിനൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ അത് പ്രാധാന്യമില്ല. മറ്റൊന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേതാക്കന്മാർ എങ്ങനെ അനുയായികളോട് ഞാൻ വലിയ നേതാവാണെന്ന് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് പകരം അവരുടെ കൂടെ ജീവിക്കാനുള്ളൊരു സ്വഭാവം അത് നമ്മുടെ നേതാക്കന്മാരുടെ അടുത്ത് കാണണം എന്നാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ പലപ്പോഴും ഈ രൂപത്തിലുള്ള കാഴ്ചകൾ കാണാറുണ്ട്. ഇലക്ഷനൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ, അല്ലേ? ആ ഒരു സമയത്ത് മാത്രമേ അത്തരത്തിലുള്ളത് കാണാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു കഥ എന്നുള്ളത് വളരെ കഴമ്പുള്ള ഒരു കഥ തന്നെയാണ്.